ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ ബീന കൃഷ്ണൻ. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ മലയാളത്തിൻ്റെ അതായത് ഓണപ്പരീക്ഷ കഴിഞ്ഞു. ഓണപ്പരീക്ഷയുടെ റിസൾട്ടൊക്കെ കിട്ടിയോ? എല്ലാം എഴുതിയായിരുന്നോ? ഇവിടെ നമ്മുടെ ഒരു പോരായ്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, മലയാളം വായിക്കാൻ അറിയത്തില്ല എന്നത് വലിയൊരു പോരായ്മയാണ് കേട്ടോ. ഇപ്പം നിങ്ങളോട് മാത്രമല്ല, മിക്ക കുട്ടികൾക്കും മലയാളം വായിക്കാൻ അറിയത്തില്ല. പണ്ടൊക്കെ ആണെങ്കിലേ ഞങ്ങളുടെയൊക്കെ കൊച്ചിലെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കഥപുസ്തകങ്ങളും അതായത് ബാലരമയോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കിട്ടുമ്പോഴേ അതൊക്കെ ഞങ്ങൾ എടുത്ത് വെച്ചിരുന്ന് വായിക്കുമ്പം തെറ്റിൽ നിന്നാണ് നമ്മൾ ശരിയിലോട്ട് വരുന്നത്. അങ്ങനെ പടം കണ്ടും അതിൻ്റെ വലിയ അക്ഷരങ്ങളൊക്കെ കൂട്ടി വായിച്ചും ഒക്കെയാണ് ഞങ്ങൾ മലയാളങ്ങൾ പഠിച്ചിരുന്നത്. പക്ഷേ നിങ്ങളുടെ കാലമായപ്പോഴത്തേക്കേ മൊബൈൽ വന്നു. മൊബൈലിനകത്തിലാണ് എല്ലാം പഠിക്കുന്നത് അല്ലേ. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതും ഫോണിലാണ്. അപ്പം നിങ്ങൾ വായിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. എല്ലാം ഇപ്പം നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കേട്ടാണ് എല്ലാം സത്യത്തിൽ മനസ്സിലാക്കുന്നത്. വായിക്കാനേ അറിയത്തില്ല. അപ്പം അത് പറയാം. ഇപ്പം ഞാൻ എന്തിനാ വീഡിയോ ഇട്ടതെന്നല്ലേ, ഇത് പറയാൻ വേണ്ടി മാത്രമാണ്. ഓണപ്പരീക്ഷയുടെ പേപ്പർ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. മൊത്തവും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആവും. നിങ്ങൾക്ക് ചിലപ്പോൾ കഥ, ഇപ്പം നിങ്ങൾ മലയാളത്തിൻ്റെ 1ാമത്തെ ചാപ്റ്റർ അല്ലെ 2ാമത്തെ ചാപ്റ്ററിൻ്റെ കഥ നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങളെ അമ്മയോ അല്ലെ ട്യൂഷൻ ടീച്ചറോ സ്കൂളിലോ ഒക്കെ പഠിപ്പിച്ച് നിങ്ങൾക്കറിയാം. പക്ഷേ പേപ്പറിൽ അതൊന്നും കാണുന്നില്ല. കാരണം നിങ്ങൾക്ക് അത് അറിയാം, എനിക്കറിയാം, നിങ്ങൾക്കത് അറിയാം. പക്ഷേ അത് എഴുതി വെക്കുമ്പോൾ വേറെ എന്തൊക്കെയോ ആയി മാറുകയാണ്. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പം ഞാൻ ഈ വീഡിയോ ഇട്ടത്. സാധാരണ ഞാൻ അല്ലാതാണ് ഇടുന്നത്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇത് നിങ്ങളോട് നേരിട്ടൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ്. പിന്നെ നമ്മളിപ്പോൾ പുതിയതായിട്ട് ഓണം കഴിഞ്ഞിട്ട് പുതിയതായിട്ട് മലയാളം കേരള പാഠാവലിയുടെ 1ാമത്തെ ചാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഓണം കഴിഞ്ഞിട്ടുള്ളതാണ്, ഇടുക്കിയിലെ താജ്മഹൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അതായത് ഒരു യാത്രാ വിവരണത്തിൻ്റെ ചാപ്റ്ററാണ്. നല്ല സൂപ്പർ ഒരു ചാപ്റ്ററാണ്. ഞാൻ ആദ്യമേ അത് നിങ്ങൾക്കൊന്ന് വായിച്ചു തരാം. അപ്പം ഈ വായിച്ചു തരുമ്പോഴേ നമ്മൾ യാത്രകളെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. എനിക്ക് നിങ്ങളോട് അതിനെക്കുറിച്ച് ഒന്ന് ചോദിക്കാനുണ്ട്. അതായത് ഇതിപ്പോൾ രക്ഷകർത്താക്കളും കേൾക്കുന്നുണ്ട് അല്ലേ. മിക്ക അമ്മമാരും ആയിരിക്കും ഇത് കേൾക്കുന്നത്, അച്ഛന്മാർ കേൾക്കാൻ വഴിയില്ല. ഉണ്ടെങ്കിൽ തന്നെ ഒക്കെ അമ്മമാരായിരിക്കും കാണുന്നത് അല്ലേ. ഈ അമ്മമാരുടെ അടുത്ത് എനിക്കൊരു ചോദ്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേ നിങ്ങൾ വലിയ യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ടോ? അങ്ങ് വലിയത് പോയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മുടെ ഇന്ത്യക്കകത്ത് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ നിങ്ങളെ? അല്ല, രക്ഷകർത്താക്കളോടുള്ള ചോദ്യമാണ് കേട്ടോ. വളരെ കുറവായിരിക്കും. കാരണം എന്തിനാ, നമ്മുടെയൊക്കെ കാലം അല്ലെ, എൻ്റെയൊക്കെ എന്ന് ഉദ്ദേശിക്കാവുന്ന കാലത്തിൽ വീട്ടിൽ നിന്നും വല്ല എങ്ങും വിടത്തില്ല കഴിവതും. ഇന്നത്തെ കാലമല്ല, അന്ന് കേട്ടോ. രക്ഷകർത്താക്കൾക്ക് അതറിയാം. ഇപ്പോൾ അവരത് കേട്ടോണ്ടിരുന്ന് ശരിയാണെന്നൊക്കെ പറയുമായിരിക്കും. എല്ലാവരും ഒന്നുമില്ല കേട്ടോ, എല്ലാം. പിന്നെ വീട്ടിൽ നിന്നും കഴിവതും എങ്ങും, പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിൽ എങ്ങും വിടത്തില്ല. പിന്നെ സ്കൂളിൽ നിന്നെങ്ങാണോ ഒരു ടൂർ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു എക്സാമ്പിളുണ്ട്. അത് ആരാ നിങ്ങളെ കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്നത് വെച്ചാൽ അവരൊക്കെ കൊണ്ടുപോകും അല്ലേ. രക്ഷകർത്താക്കളുടെ അടുത്ത് ചോദിച്ചാൽ അല്ലേ, കുട്ടികളായത് കാണുന്നെങ്കിൽ രക്ഷകർത്താക്കളുടെ അടുത്ത് ചോദിച്ചാൽ അവർ പറയും ഇങ്ങനെ തന്നെയായിരിക്കും അവരുടെയൊക്കെ അച്ഛനും അമ്മയും പറയുന്നത്. നിങ്ങളെ ആരാ കിട്ടുന്നതെന്ന് വെച്ചാൽ അവർ കൊണ്ടുപോകും, അതുവരെ പഠിച്ച് നല്ലതുപോലെ പഠിച്ച് മാർക്ക് മേടിച്ച് ജോലിയൊക്കെ കിട്ടാമെങ്കിൽ വെളിയിലൊക്കെ പോകാം. ഇതൊക്കെ ആയിരിക്കും റീസൺ പറയുന്നത്. ചുരുക്കം പറഞ്ഞാൽ അവർ കല്യാണം കഴിക്കുന്നിടം വരെ എങ്ങും പോകത്തില്ല. സ്കൂള് വീട്. വർഷത്തിലൊരിക്കൽ സ്കൂളിൽ നിന്നൊരു ടൂറ് പോകാമെന്ന് പറഞ്ഞാൽ പോലും വീട്ടിൽ നിന്ന് വിടാൻ 100-ൽ 90% വിടത്തില്ല കേട്ടോ. ബാക്കി വേണമെങ്കിൽ 10 കഴിഞ്ഞിട്ടോ വല്ലതും ചില ആൾക്കാരെങ്ങാനും വിട്ടെങ്കിലായി. ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടി പറയുക കേട്ടോ. നമ്മളെങ്ങും അങ്ങനെ വിടത്തില്ല. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞാലും പിന്നീട് അത് തന്നെയായിരിക്കും അവസ്ഥ. പിന്നെ കല്യാണം കഴിഞ്ഞു, പിന്നെ കുട്ടികളായി, പിന്നെ അവരുടെ പുറയിലുള്ള യാത്രയായിരിക്കും. ഇതിലേ ഈ രക്ഷകർത്താക്കൾ കാണുന്നുണ്ടെങ്കിൽ വലിയ യാത്രകളൊക്കെ ചെയ്തവരൊക്കെ ഒന്ന് കമൻറ്റ് പറയണേ, ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെന്ന്. ഞാൻ ഈ കേരളത്തിൽ സത്യം പറഞ്ഞാൽ, കേരളം അല്ലെങ്കിൽ തമിഴ്നാടാണ് എൻ്റെ ഏറ്റവും വലിയ സ്ഥലം. അതിനപ്പുറമൊന്നും ഞാനും പോയിട്ടില്ല കേട്ടോ. പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ഓരോരോ കാരണം കൊണ്ട് എനിക്കും പോകാൻ പറ്റിയിട്ടില്ല. അപ്പം നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് യാത്ര ചെയ്ത സ്ഥലം, എൻ്റെ കുറേ സബ്സ്ക്രൈബറുണ്ട്, എനിക്കറിയാം. ഇത് ഇന്നും കാണുന്ന എൻ്റെ നോട്ടുകളൊക്കെ എഴുതിയെടുക്കുക എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ഏറ്റവും ദൂരെ യാത്ര ചെയ്ത സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്നോടൊന്ന് പറയണേ നിങ്ങൾ കേട്ടോ. അപ്പം നമുക്ക് ടെസ്റ്റ് എടുക്കാം. ഞാൻ ഇത് പറഞ്ഞത് എല്ലാവരുടെയും ഒരു പ്രശ്നമായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പം നമുക്ക് ടെസ്റ്റ് ചെയ്ത് യാത്രാ വിവരണത്തെക്കുറിച്ചായതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ.
ഓക്കെ, നമുക്ക് ടെസ്റ്റ് എടുത്ത് വായിച്ച് കഥ മനസ്സിലാക്കിയിട്ട് ഞാനതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ തരാം. ഓക്കെ, അപ്പോൾ നോക്കൂ ഞങ്ങളെ, നമ്മുടെ പാഠം ഇടുക്കിയുടെ താജ്മഹൽ എന്നാണ്. നിങ്ങളുടെ ടെസ്റ്റ് കണ്ടായിരുന്നല്ലോ. ടെസ്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നടന്ന് നടന്ന് പിന്നെ പറന്ന് ഞാൻ പറഞ്ഞല്ലോ, വായിക്കാൻ പഠിക്കുക എന്ന് പറയുന്നത് ഈ വലിയ അക്ഷരങ്ങളുണ്ടോ, ഇതേ ഒരു കുട്ടിയുടെ ബുക്കോ ഇതൊക്കെ ഉണ്ടോ വരച്ച് കിട്ടിയ നേരം എന്ന് വെച്ചാൽ അതെങ്ങനെ പഠിക്കണമെന്നല്ല, ആ നേരം കൊണ്ട് അത് വരച്ച് കളിക്കുമോ അല്ലേ. നടന്ന് പിന്നെ പറന്ന് എന്നതാണ് തുടക്കം. അതെ, ഒരു താജ്മഹലിൻ്റെ കുത്താണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഡോട്ടുകൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് താജ്മഹലിൻ്റെ ഒരു പടമാണ് വരുന്നത്. അപ്പോൾ എന്താണ് ഈ താജ്മഹൽ എന്ന് ഞാൻ നോട്ട് ഇതിനകത്തിലുണ്ട്, ഞാൻ തരാം, എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അത് പഠിക്കുകയും ചെയ്യാം. ഇത് കഥ അറിഞ്ഞിട്ട് നമുക്കത് എഴുതിയെടുക്കാം. ഓക്കെ, കഥ നമുക്ക് നോക്കാം. നല്ല ഒരു കഥയാണ്. ഞാൻ ഒരിച്ചിരി സ്പീഡിൽ പറയുന്ന ഒരിച്ചിരി ലെങ്തുള്ള കഥയായതുകൊണ്ട് ഇച്ചിരി സ്പീഡ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കണം. എപ്പോഴും ടെസ്റ്റ് വായിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ വരികളും വാക്കുകളും ഒക്കെ നോക്കിയിരുന്നിട്ട് നിങ്ങളത് വായിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇനി ഞാൻ പറഞ്ഞ് സമയം കളയണ്ടല്ലോ. നോക്കിക്കേ, ഇടുക്കിയുടെ താജ്മഹൽ. വെള്ളത്തൂവൽ, ഓരോ പേര് ഓർത്തോണം. വെള്ളത്തൂവൽ ഗ്രാമത്തിലെ മുതിരപ്പുഴയുടെ തീരത്തായിരുന്നു രാജൻ്റെയും ഭാര്യയുടെയും വീട്. അവർക്ക് 2 മക്കൾ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന അഖിലും 5ൽ പഠിക്കുന്ന അമ്മുവും. അപ്പം മൂത്ത കുട്ടിയുടെ പേര് അഖിൽ, ഇളയ കുട്ടിയുടെ പേര് അമ്മു, അച്ഛൻ്റെ പേര് രാജൻ. പേരൊക്കെ ഓർത്തോണ്ടാവും. നിങ്ങളെ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. ഈ ഗ്രാമത്തിൻ്റെ പേര് എവിടാണ്? വെള്ളത്തൂവൽ ഗ്രാമമാണ്. ഓക്കെ ആണല്ലോ. ഒരു ദിവസം സന്ധ്യയ്ക്ക് പണി കഴിഞ്ഞ് വന്ന രാജനോട് അഖിൽ ചോദിച്ചു, അതായത് അച്ഛനോട് മകൻ ചോദിക്കുകയാണ് ജോലി കഴിഞ്ഞ് വന്നപ്പം, അച്ഛാ, ഈ താജ്മഹൽ എവിടെയാണ്? രാജന് പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. അറിയാത്തത് അറിയില്ലെന്ന് തന്നെയാണ് കുട്ടികളോട് പറയേണ്ടത് എന്ന് അയാൾ മനസ്സിലാക്കിയിരുന്നു. അല്ലേ, അറിയാൻ വയ്യാത്തത് അറിയത്തില്ല എന്ന് തന്നെ പറയണം. അല്ലെ, അറിയാം, നിൽക്കേ, ഞാൻ ഇച്ചിരി കഴിയട്ടെ എന്നല്ല, എനിക്കറിയത്തില്ല. പക്ഷേ അച്ഛന് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല മോനെ, പുസ്തകം ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു തരാം. സംശയം തീർക്കാൻ പുസ്തകങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. എങ്കിലും ആരോടൊക്കെയോ ചോദിച്ച് മനസ്സിലാക്കി രാജൻ പറഞ്ഞു കൊടുത്തു, മോനെ, ആഗ്ര എന്ന സ്ഥലത്താണ് താജ്മഹൽ എഴുതാൻ അറിയണേ. അച്ഛാ, എനിക്ക് താജ്മഹൽ കാണണം, ഞങ്ങളെ ഒരു ദിവസം അവിടെ കൊണ്ടുപോകാമോ? രാജൻ വളരെ നേരം ആലോചിച്ചു. ഇന്ത്യയുടെ ഏതോ ഒരറ്റത്താണ് കുഞ്ഞേ ഈ ആഗ്ര എന്ന് പറയുന്നത്. അവിടെ വരെ പോകാൻ 1000കണക്കിന് രൂപ വേണം, ഹിന്ദി അറിയണം. ഇനി അവിടെ വരെ പോകണമെങ്കിൽ എന്തെല്ലാം വേണമെന്നാ അച്ഛൻ പറയുന്നത്? രാജൻ വളരെ നേരം ആലോചിച്ചിട്ടാ, ഇന്ത്യയുടെ ഏതോ ഒരറ്റത്താണ് ഈ ആഗ്ര, അവിടെ വരെ പോകാൻ 1000കണക്കിന് രൂപ വേണം, ഹിന്ദി അറിയണം, തീവണ്ടിയിലൊക്കെ യാത്ര ചെയ്യുന്നുള്ള പരിചയം വേണം. വെള്ളത്തൂവൽ പോലൊരു ഗ്രാമത്തിൽ നിന്നും ഒരാൾക്ക് ഒരിക്കലും താജ്മഹൽ കാണാൻ പോകാൻ കഴിയയില്ലെന്ന് അയാൾക്ക് തോന്നി. ഇടുക്കി ജില്ലയിലെ മനോഹരമായ ഒരു ഗ്രാമമാണ് വെള്ളത്തൂവൽ. ഓരോന്ന് നോക്കണേ കുഞ്ഞുങ്ങളെ. ചുറ്റും ധാരാളം, ഇനി ആ വെള്ളത്തൂവൽ അവർ ഈ രാജു താമസിക്കുന്ന വീടിനെ കുറിച്ചാണ് അല്ലേ, രാജു അല്ല രാജൻ അല്ലെ. ഇടുക്കി ജില്ലയിലെ മനോഹരമായ ഒരു ഗ്രാമമാണ് വെള്ളത്തൂവൽ. ചുറ്റും ധാരാളം പച്ചമലകൾ, തലപൊക്കിയ മനോഹരമായ ഒരു താഴ്വരയിലാണ് ആ പ്രദേശം. റബ്ബറും തെങ്ങും കമുങ്ങും നെല്ലുമായിരുന്നു മിക്കവരുടെയും കൃഷി. അവിടെയുള്ള ആൾക്കാരുടെ കൃഷി എന്താണെന്ന്. ചിലരൊക്കെ ഏലവും കുരുമുളകും ഗ്രാമ്പുവും നട്ട് ഉണ്ടാക്കി. അങ്ങനെ കൃഷി ചെയ്യുന്നവരുടെ സ്ഥലങ്ങളിൽ ജോലിയെടുക്കാനും ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. അത്തരത്തിൽ കൂലിപ്പണി ചെയ്ത് കുടുംബം പുലർത്തിയിരുന്ന ഒരു സാധാരണക്കാരനായിരുന്നു രാജൻ. അപ്പം രാജൻ ആരായിരുന്നു എന്ന് ചോദിക്കുമ്പം അവിടെ എഴുതണം കേട്ടോ, ആ ഒരു പാരഗ്രാഫ് എഴുതി വെക്കണം. അച്ഛനിൽ നിന്നും മറുപടി കിട്ടാതെ വന്നപ്പോൾ അഖിൽ പിന്നെയും ചോദിച്ചു, അടുത്ത വെക്കേഷന് അച്ഛൻ ഞങ്ങളെ താജ്മഹൽ കാണിക്കാൻ കൊണ്ടുപോകുമോ അച്ഛാ? അവനെ സമാധാനിപ്പിക്കാനായിട്ട് രാജൻ പറഞ്ഞു, നന്നായി പഠിച്ചോ, വേനൽപ്പൂട്ടിന് നമ്മൾ താജ്മഹൽ കാണാൻ പോകും എന്ന്. കേട്ടോ, ആ അച്ഛൻ പോകണ്ട എന്നല്ല ഒറ്റയടിക്ക് പറഞ്ഞത്. അടുത്ത വേനൽപ്പൂട്ട് വരുമല്ലോ എന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളൊക്കെ അടയ്ക്കുന്ന സമയം, അതാ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ കാരണം അതാന്ന് പറയാൻ ഇങ്ങോട്ട് അതിനെക്കുറിച്ചുണ്ട്, അതുകൊണ്ട് കേട്ടോ. താജ്മഹൽ കാണാൻ പോകും. അമ്മ കൂടി ഉറപ്പ് പറയുമ്പോഴാണല്ലോ കുട്ടികൾക്ക് ശരിക്കും ഒരു സന്തോഷം ഉണ്ടാകുക. അഖിൽ അമ്മയോട് ചോദിച്ചു, അച്ഛൻ കൊണ്ടുപോകും അമ്മേ?
അച്ഛൻ ഈ പറയുന്നതിലും അച്ഛൻ കൊണ്ടുപോകും അമ്മേ എന്ന് അമ്മയോട് ചോദിച്ചു. അവർക്ക് കൃത്യമായ ഉത്തരം ഉണ്ടായിരുന്നില്ല, കാരണം അപ്പുറവും ഇപ്പുറവും ഒന്നും അല്ല അല്ലേ. എങ്കിലും മകനെ സമാധാനിപ്പിക്കാനായിട്ട് അവർ പറഞ്ഞു, അച്ഛൻ പറഞ്ഞെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യും, സ്കൂൾ അടയ്ക്കട്ടെ. അഖിലിന് സന്തോഷമായി അല്ലേ, താജ്മഹലിൽ പോകുന്ന പറയുമ്പോൾ സന്തോഷമായി. അവൻ താജ്മഹലിനെ സ്വപ്നം കാണാൻ തുടങ്ങി. കിട്ടാവുന്നിടത്ത് നിന്നെല്ലാം ഈ താജ്മഹലിൻ്റെ ചിത്രങ്ങൾ സമ്പാദിച്ചു. ഷാജഹാൻ്റെയും ഭാര്യ മുംതാസ് മഹലിൻ്റെയും കഥകൾ അവൻ ശേഖരിക്കുകയും സ്കൂൾ വിട്ടുവന്ന് അമ്മയോടും അനിയത്തിയോടും അതൊക്കെ വർണ്ണിച്ചു പറയുകയും ചെയ്തു. വേനൽ അവധിക്ക് വിനോദയാത്ര പോകുന്ന കാര്യം സ്കൂളിലെ കൂട്ടുകാരോട് പറയാനും അഖിൽ മറന്നില്ല. ഞങ്ങൾ താജ്മഹൽ കാണാൻ പോകുമല്ലോ. കൂട്ടുകാരിൽ ചിലർ അത് വിശ്വസിച്ചു, കുറേ പേര് അത് അവിശ്വസിക്കുകയും ചെയ്തു. ദിവസങ്ങൾ അങ്ങനെ ഓടിപ്പോയി. അങ്ങനെ മാർച്ച് അവസാനമായി. സ്കൂൾ അടച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ രാവിലെ ഈ അഖിൽ അച്ഛനോട് ചോദിച്ചു, എപ്പോഴാണ് അച്ഛാ നമ്മൾ താജ്മഹൽ കാണാൻ പോകുന്നത്? രാജൻ ഞെട്ടിപ്പോയി. എൻ്റെ ദൈവമേ, ഇവരിപ്പോഴും ഇത് ഓർത്തിരിക്കുമോ അതോ അല്ലേ? ഇത്രയും കാലം കൊണ്ട് അവൻ ആ കാര്യം മറന്നിട്ടുണ്ടാവുമെന്നാണ് സാധുവായ ഏതൊരു പിതാവിനെ പോലെയും ആ രാജനും വിചാരിച്ചത്. പക്ഷെ വാസ്തവത്തിൽ മക്കളോട് വാക്ക് പറഞ്ഞത് രാജൻ ഇടയ്ക്കിടെ ഓർമ്മിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഒരു കൂലിവേലക്കാരൻ്റെ സ്വപ്നത്തിന് പോലും താങ്ങാനാവാത്തതായിരുന്നു താജ്മഹൽ യാത്ര. ഉള്ളത് തുറന്നു പറയുകയാണ് നല്ലതെന്ന് അയാൾക്ക് തോന്നി. മോനെ, അവിടെ വരെ പോയി വരാൻ ഒരുപാട് കാശ് വേണം. ഇക്കൊല്ലം നമുക്കതിന് കഴിയുമോ എന്നറിയില്ല. അടുത്ത വർഷം എന്തായാലും. അഖിൽ മറുത്തൊന്നും പറഞ്ഞില്ല. അച്ഛൻ്റെ കയ്യിൽ കാശില്ല. കാശുണ്ടെങ്കിൽ യാത്ര പോകുമായിരുന്നു. അവനറിയാം അച്ഛൻ്റെ ഈ കാശില്ലാത്തത് കൊണ്ടായിരിക്കുമല്ലേ. കാശുണ്ടായിരുന്നെങ്കിൽ പോകുമായിരുന്നു. ഈ ബുക്കിൽ കറുത്ത ഇത് വന്നതേ അപ്പുറത്തെ പടത്തിൻ്റെ ഇതാട്ടോ കുഞ്ഞുങ്ങളെ. പടം അപ്പുറത്തെ എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലെ പടം പ്രിൻ്റ് ചെയ്യുമ്പോഴേ വലത്ത് സൈഡിൽ എല്ലാ പുസ്തകത്തിലും ഉണ്ട് കേട്ടോ, അച്ചടിച്ചതിൻ്റെ ആ പടത്തിൻ്റെ പെയിൻറ്റ്. ചിലപ്പോൾ നാട്ടിൽ പണികൾ വല്ലാതെ കുറയും. അപ്പോൾ വലിയ കഷ്ടമാവും. അച്ഛനും അമ്മയും അതൊക്കെ സങ്കടത്തോടെ പറയാറുമുണ്ട്. അഖിലും അമ്മുവും അതെല്ലാം കേൾക്കുന്നുണ്ട്. യാത്ര അടുത്ത കൊല്ലമാവാം അവർ കരുതി. അഖിലും അമ്മയും താജ്മഹലിനെ കുറിച്ച് ഒരുപാട് വിവരങ്ങളും ധാരാളം ചിത്രങ്ങളും ശേഖരിച്ചു. ഇരുവരും ചേർന്ന് മനോഹരമായ ഒരു ആൽബവും ഉണ്ടാക്കി. പിന്നെ ഇവരുടെ ജോലി മൊത്തം ഇവർ താജ്മഹലിൽ പോകുന്നതിനെ കുറിച്ചൊക്കെ ആട്ടോ. നമുക്ക് എവിടെയെങ്കിലും പോകുന്നെങ്കിൽ പിന്നെ അതിനെക്കുറിച്ചുള്ള ഒരു ചിന്താഗതിയായിരിക്കും. ഈ കുട്ടികളുടെ രണ്ടിൻ്റെയും ജോലി ഇതാവും ഞങ്ങളെ. അപ്പോൾ ഈ രാജനും ഭാര്യയും സങ്കടത്തോടെ ഇതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. താജ്മഹൽ കാണാൻ അവർക്കും വലിയ മോഹം തോന്നി തുടങ്ങിയിരിക്കുന്നു. ഈ അച്ഛനും അമ്മയും ഈ പിള്ളേരെ ഇതൊക്കെ ഓരോന്ന് കണ്ട് ഇവർക്കും ആഗ്രഹം തോന്നി. ഒടുക്കം രാജൻ കുട്ടികളോട് പറഞ്ഞു, അച്ഛനും അമ്മയ്ക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങളെ ഇത്രയും വലിയ ഒരു യാത്രയ്ക്ക് കൊണ്ടുപോകാനൊന്നും കഴിയില്ല. അതിനാൽ അഖിലും അമ്മുവും വാശി പിടിച്ച് കരഞ്ഞില്ല. എങ്കിലും രണ്ടുപേർക്കും ഉള്ളിൽ നല്ല വേദനയുണ്ടായിരുന്നു. മക്കളുടെ വേദന ഈ രാജന് മനസ്സിലായി. മക്കളെ കൂട്ടി ഏതെങ്കിലും ഒരിടത്ത് എത്രയും പെട്ടെന്ന് ഒരു യാത്ര പോകുന്നതിനെക്കുറിച്ച് അയാൾ ആലോചിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം രാജൻ മക്കളോട് പറഞ്ഞു, അച്ഛൻ നിങ്ങൾക്ക് നമ്മുടെ ജില്ലയിലെ താജ്മഹൽ കാണിച്ചു തരാൻ പോകുന്നു. ഒരു ദിവസം രാജൻ മക്കളോട് എന്താണ് പറഞ്ഞത്? അച്ഛൻ നിങ്ങൾക്ക് നമ്മുടെ ജില്ലയിലെ, ഏത് ജില്ലയാണെന്നൊക്കെ ഇനി പറയാം, നമ്മുടെ ജില്ലയിലെ താജ്മഹൽ കാണിച്ചു തരാൻ പോകുന്നു. നമ്മുടെ ജില്ലയിൽ താജ്മഹലോ? അവർ അത്ഭുതപ്പെട്ടു. രാജൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു. പിറ്റേന്ന് അവർ പുറപ്പെട്ടു. എവിടെ? വെള്ളത്തൂവലിൽ നിന്നും. ഈ വെള്ളത്തൂവൽ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേര്, അവർ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാട്ടോ. വെള്ളത്തൂവലിൽ നിന്ന് ബസ് കയറി 2-3 ബസ്സുകൾ മാറിക്കയറി ഒരു ചെറിയ പട്ടണത്തിലെത്തി. കുട്ടികൾ ചുറ്റിനും നോക്കി. കുറച്ചു മാത്രം കടകളും ആളുകളുമുള്ള ഒരു ചെറിയൊരു കവല എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ, നമ്മൾ ഈ കടകളില്ല നമ്മുടെ റോഡ് സൈഡ്, അത് തന്നെ കട. അമ്മയുടെ മുഖത്തൊരു ചെറിയ മന്ദഹാസം വിരിയുന്നത് അവർ കണ്ടു. രാജൻ അവരുടെ കൈ പിടിച്ച് കുറച്ചു ദൂരം നടന്നിട്ട് കൈ ചൂണ്ടി. നോക്കൂ, ഇതാണ് നമ്മുടെ ജില്ലയിലെ താജ്മഹൽ. കുട്ടികൾ വിസ്മയിച്ചു പോയി. അവരുടെ മുന്നിൽ ഇടുക്കി അണക്കെട്ട് ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുകയായിരുന്നു. കുട്ടികൾ പോയി നോക്കിയപ്പോൾ കാണുന്നുണ്ടോ നിങ്ങളെ? ഇടുക്കി അണക്കെട്ട്. അവർ പോയത് എവിടെ ആയിരുന്നെന്നറിയോ? ഇടുക്കി അണക്കെട്ട് ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുകയായിരുന്നു. പിന്നെയോ, അമ്മേ ഇത് ഇടുക്കി അണക്കെട്ടല്ലേ? അമ്മ പുഞ്ചിരി തൂകി. അഖിൽ അങ്ങോട്ട് ഓടാനായിട്ട് ആഞ്ഞു അല്ലേ. അണക്കെട്ടിൻ്റെ അവിടെ നിൽക്കുന്ന പിക്ചറൊക്കെ പടം കൊടുത്തിട്ടുണ്ട് കേട്ടോ. രാജൻ അവനെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു,
പിടിച്ചു നിർത്തി. എന്നിട്ട് അവർ നടന്ന് അണക്കെട്ടിന് മുകൾ ഭാഗത്തെത്തി. അണക്കെട്ട് കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ അവിടെയൊക്കെ ഏതാ സ്ഥലമെന്ന് വെച്ചാലേ അവിടുത്തെ ആ അണക്കെട്ടിൻ്റെയൊക്കെ പേരൊന്ന് പറയണേ. ഓരോ ജില്ലയുടെ അണക്കെട്ടുകളെ കുറിച്ചൊന്ന് പറയണേ എല്ലാ ജില്ലയിലൊന്നും ഇല്ല കേട്ടോ, ഉള്ളിടത്തെയൊക്കെ. അപ്പോൾ നോക്കിക്കേ, അവർ നടന്ന അണക്കെട്ടിനെ മുകൾ ഭാഗത്തെത്തി. പാറ വെട്ടി ഉണ്ടാക്കിയ ഒരു പാതയാണ് അവരെ അവിടേക്ക് നയിച്ചത്. പാറയിൽ നിന്നും ഉറവ വെള്ളം ഒഴുകുന്നുണ്ട്. നല്ല തണുപ്പുള്ള നല്ല ചില്ല് പോലത്തെ വെള്ളം. വിസ്മയിക്കുന്ന കാഴ്ചയായിരുന്നു അത്. 2 കരിമ്പാറ മലകൾക്കിടയിൽ നദിയെ തടഞ്ഞു നിർത്തുന്ന വമ്പൻ ഭിത്തി. ശാപം മൂലം കരിമ്പാറ മലകളായി ഉറഞ്ഞുപോയ ആദിമ നിവാസികളായ കുറത്തിയും കുറവനും ആണത്രേ അതൊരു പഴയൊരു കഥയാണ് കേട്ടോ. അത് പറയാൻ ഒത്തിരി ഉള്ളത് കൊണ്ട് അത് പോട്ടെ. അപ്പോൾ ഒരു കുറത്തിയും കുറവനുമാണെന്നാണ് ആ പാറയുടെ രണ്ട് സൈഡിലും 2 പാറയുണ്ട്. അതൊരു കുറവനും കുറത്തിയാണെന്നാണ് പറയുന്നത്. പിന്നെ ഒരിച്ചിരി വലിയ കഥയാണ് ഇത്. നോക്കിക്കേ, അഖിൽ അവിടെ നിന്ന് ആ പാറയുടെ അവിടെ നിന്ന് കൂകി വിളിച്ചു. അപ്പോൾ അകലെ നിന്ന് തിരിച്ചൊരു മറുകൂക്ക് കേട്ടു. കുറവനും കുറത്തിയുമായിരിക്കും ഈ മറുകൂക്കിട്ടത്. നമ്മൾ അങ്ങോട്ടൊന്ന് കൂവുമ്പോൾ വലിയ മലയുടെ അവിടെ നിന്ന് കൂവിയിട്ടുണ്ടോ നിങ്ങളെ? അങ്ങനെ തിരിച്ച് അപ്പോൾ അതിൻ്റെ അയക്കോയാ അതാ ഈ പറയുന്നത്. അഖിലിന് അത് ഓർത്തപ്പോൾ ചിരി വന്നു. അമ്മുവും ഒരു കുഞ്ഞി കൂവൽ അവിടെ നിന്ന് കൂവി. അണക്കെട്ടിൻ്റെ ഒരു വശം മുഴുവൻ നിറഞ്ഞു കിടക്കുകയാണ് നീലജലം. അകലെ മാനത്തെ നോക്കിക്കിടക്കുന്ന പച്ചമലകൾ. മുന്നിലായി വളഞ്ഞു കിടക്കുന്ന അണക്കെട്ടിൻ്റെ ചായം പൂശിയ ഭിത്തി. അതിന് ഒരു റോഡിനേക്കാൾ വീതിയുണ്ട്. നടന്നിട്ടും തീരാത്ത നീളമായിരുന്നു റാ പോലെ കിടന്ന അണക്കെട്ടിൻ്റെ ഭിത്തി. ആ അണക്കെട്ടിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ ആൻസർ ചോദിച്ചാൽ എഴുതാൻ അറിയണേ കേട്ടോ. അഖിലിനും അമ്മുവിനും ഒരുപാട് സന്തോഷമായി. ഏറെ നേരത്തിന് ശേഷം ബസ് ഇറങ്ങിയ സ്ഥലത്തിനടുത്ത് അവർ തിരിച്ചെത്തി. കണ്ടു കഴിഞ്ഞില്ല കേട്ടോ. ഇനിയാണ് നമ്മൾ ശരിക്കും അണക്കെട്ടിനെ അറിയാൻ പോകുന്നത്. വരൂ. കുട്ടികൾ രാജൻ്റെ പിന്നാലെ ഉത്സാഹത്തിൽ നടന്നു. തീരെ പ്രതീക്ഷിക്കാത്ത ഒരിടത്തേക്കായിരുന്നു രാജൻ അവരെ നയിച്ചത്. അത് കുറവൻമലയുടെയും കുറത്തിമലയുടെയും ഇടയ്ക്കുള്ള അണക്കെട്ടിൻ്റെ ചുവട് ഭാഗമായിരുന്നു കേട്ടോ നിങ്ങളെ. രാജൻ ഭാര്യയെയും മക്കളെയും കൂട്ടി അങ്ങോട്ട് നടന്നു. പക്ഷേ അടുത്തെത്തും തോറും അണക്കെട്ടും ഇരുവശത്തുമുള്ള മലകളും വലുതായി വരുന്നതായി ഈ അഖിലിനും അമ്മുവിനും തോന്നി. ഇല്ലേ? ഒരു അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ പേടിയാവും. അടുത്തോട്ട് ചെല്ലുമ്പോഴേ, അച്ഛാ അങ്ങോട്ടിനി പോകണോ? അമ്മു സംശയം പ്രകടിപ്പിച്ചു. രാജൻ അമ്മുവിൻ്റെ കൈ പിടിച്ചു. അപ്പോൾ അവൾക്ക് ധൈര്യം വന്നു. അഖിലിന് പേടിയുണ്ടായിരുന്നില്ല, മറിച്ച് വല്ലാത്ത ആവേശമുണ്ടായിരുന്നു താനും. അണക്കെട്ട് കെട്ടിപ്പൊക്കി ഇരിക്കുന്ന മലകൾക്കിടയിലെ താഴ്വരയിലേക്ക് അവരെത്തി. ഒരു വല്ലാത്ത തണുപ്പുണ്ടായിരുന്നു അവിടെ, അല്ലേ? കാരണം വെള്ളം ഇങ്ങനെ വീഴുന്നിടത്തും അവിടെ ചെല്ലുമ്പോൾ നല്ല ഒരു തണുപ്പാണ്. കുറവൻമലയും കുറത്തിമലയും കാത്തുവെക്കുന്ന അണക്കെട്ടിൻ്റെ യഥാർത്ഥ സൗന്ദര്യം അവരറിഞ്ഞത് താഴെ അണക്കെട്ടിനോട് ചേർന്ന് നിന്നപ്പോഴാണ് കേട്ടോ കുഞ്ഞുങ്ങളെ. അതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആൻസറാണ് കേട്ടോ. അതൊക്കെ ഇതിനകത്തിൽ ക്വസ്റ്റ്യൻ ആൻസർ ഇല്ല സത്യത്തിൽ കേട്ടോ. എന്തോ ക്വസ്റ്റ്യൻ ആൻസറാണ്. ഈ കഥയൊന്നും അറിഞ്ഞിരിക്കുക, കഥയ്ക്കകത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നതായിട്ടേ ഉള്ളൂ. അപ്പോൾ കുറവൻമലയും കുറത്തിമലയും കാത്തു വയ്ക്കുന്ന അണക്കെട്ടിൻ്റെ യഥാർത്ഥ സൗന്ദര്യം അവരറിഞ്ഞത് എപ്പോഴായിരുന്നു? ആ താഴെ അണക്കെട്ടിനോട് ചേർന്ന് നിന്നപ്പോഴായിരുന്നു. പിന്നെയോ നമ്മുടെ അണക്കെട്ടിൻ്റെയൊക്കെ പിക്ചർ കണ്ടോ? പുസ്തകം നോക്കണേ. പുസ്തകം നോക്കുന്നുണ്ടോ? എന്തൊരു ഉയരമാണ്! എത്രയെത്ര മനുഷ്യന്മാർ പണിയെടുത്തിട്ടുണ്ടാവും ഇത് കെട്ടിപ്പൊക്കാൻ. ശരിക്കും അത്ഭുതം തന്നെ അല്ലേ? വി ആകൃതിയിൽ മുകളിലേക്ക് വളരുന്ന അണക്കെട്ടിൻ്റെ ഏറ്റവും ചുവട്ടിലായി സിമൻറ്റ് ബെഞ്ച് ക്രമീകരിച്ചിരിക്കുന്നു. ചെറിയൊരു ജലാശയം അവരവിടെ കണ്ടു. അവർ ചെന്ന അണക്കെട്ടിൻ്റെ ഭിത്തിയിലൊന്ന് തൊട്ടു. അതോടെ ഉള്ളിൽ അവശേഷിച്ചിരുന്ന ഭിത്തിയും മാഞ്ഞുപോയി. അണക്കെട്ട് അവർ 4 പേരെയും ചേർത്ത് പിടിക്കുന്നത് പോലെ രാജനും മക്കൾക്കും തോന്നി. അവർക്ക് എന്ത് തോന്നിയെന്നൊരു ചോദ്യം ചോദിച്ചാൽ എന്താ? അത് എഴുതണം കേട്ടോ. ഇനി മുകളിലേക്ക് നോക്കൂ. അണക്കെട്ടിൻ്റെ ഭിത്തിയിൽ പുറം ചാരി നിന്ന ശേഷം രാജൻ എല്ലാവരോടുമായി പറഞ്ഞു. അയാൾ ആദ്യം മുകളിലേക്ക് തലപൊക്കി ഇങ്ങനെ നോക്കി. പിന്നെ എന്ത് ചെയ്യും? ബാക്കിയുള്ളവരും അതുപോലെ പൊക്കി നോക്കി. 4 തൊണ്ടകളിൽ നിന്നും വിസ്മയ ശബ്ദം ഉയർന്നു. നീലാകാശത്തിന് താഴെ അണക്കെട്ട് ഒരു സർപ്പശിരസ് പോലെ അവർ 4 തലയ്ക്ക് മീതെ മറപിടിച്ചിരിക്കുകയായിരുന്നു. ഇരുവശത്തേക്കും
താഴെ നിന്ന് മുകളിലേക്കും വളവുള്ള രീതിയാണല്ലോ അണക്കെട്ട് പണിതുയർത്തിയിരിക്കുന്നത്. അത് ശരിക്കും കാണാൻ അങ്ങനെ ഏറ്റവും ചുവട്ടിൽ പോയി നിൽക്കുക തന്നെ വേണമെന്ന്. അഖിലും അമ്മുവും കണ്ണുകളടച്ചു. അണക്കെട്ട് കാലങ്ങളായി തടുത്തു നിർത്തിയിരിക്കുന്ന വെള്ളത്തിലെ തണുപ്പ് ഭിത്തിയെ ഭേദിച്ച് അവരെ തേടിയെത്തി. അമ്മയെപ്പോലെ കാതുകളിൽ പ്രപഞ്ചത്തിൻ്റെ ഇരമ്പം അവരറിഞ്ഞു. അവർക്ക് ആദ്യം തോന്നിയിരുന്ന ഭയം ശരിക്കും മാറിപ്പോയി. അണക്കെട്ടമ്മേ, അഖിലാണ് ആദ്യം അങ്ങനെ വിളിച്ചത്, അണക്കെട്ടമ്മേന്ന്. പിന്നെ ഏട്ടനെ അനുകരിച്ചുകൊണ്ട് അമ്മുവും അവിടെ നിന്ന് പറഞ്ഞു, ഇതാണ് നമ്മുടെ നാട്ടിലെ, അത്രയും മാത്രമേ പറഞ്ഞു, ഇതാണ് നമ്മുടെ നാട്ടിലെ എന്ന് രാജൻ പറയാൻ തുടങ്ങി. അപ്പം താജ്മഹൽ എന്ന് കുട്ടികൾ പൂരിപ്പിച്ചു. രാജനും ഭാര്യയും ചിരിച്ചു. സുസ്മേഷ് ചന്ദ്രോത്ത് എഴുതിയ ഒരു കഥയായത് കേട്ടോ. സുസ്മേഷ് ചന്ദ്രോത്ത്, പേരൊക്കെ അറിയണേ നിങ്ങളെ. അപ്പോൾ ഇതാണ് കഥ. അപ്പോൾ ഇതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻ നമ്മൾ ഇപ്പം അവരെവിടെ പോയി, അവരവിടെ ചെന്നപ്പോൾ എന്തൊക്കെ കണ്ടു, ആ അണക്കെട്ടിനെ കുറിച്ച് എഴുതാനും ഒക്കെ നിങ്ങൾ ഇതിനകത്ത് നിന്ന് സ്വന്തമായിട്ട് എഴുതണം. ഇനി നമുക്ക് ടെസ്റ്റിനകത്തിലെ ചോദ്യങ്ങളുണ്ട്, അത് നമുക്ക് നോക്കാം. താജ്മഹലിനെ കുറിച്ച് എഴുതാം. ഭാരതത്തിൽ ഉത്തർപ്രദേശ് എന്ന സ്റ്റേറ്റിൽ ആഗ്രയിൽ യമുനാ നദിയുടെ വലത് കരയിലുള്ള ഒരു വെളുത്ത മാർബിൾ ശവകുടീരമാണ് താജ്മഹൽ. ഇതിനകത്ത് ഞാനൊരു 6-7 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളിതൊരു 3-4 വട്ടം ഇരുന്ന് വായിച്ചിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഇന്ന് എന്തൊക്കെ മനസ്സിലായോ അത് മാത്രം എഴുതിയാൽ മതി. ഞാൻ എഴുതിയത് തന്നെ കാണാതെ പഠിച്ച് നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല. അതായത് ഒരു 5-6 വട്ടം ഇരുന്ന് ഇങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ സെൻറ്റൻസ് ഇതിനകത്ത് ഇത് കിട്ടും. അപ്പോൾ അത് എഴുതിയാൽ മതി. നിങ്ങൾ ഇത് ഓർഡറിൽ ഇങ്ങനെ പഠിച്ചെഴുതാൻ ഞാൻ പറയില്ല കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായ കാര്യം എഴുതിയാൽ എന്താ, ഭാരതത്തിൽ ഉത്തർപ്രദേശ് എന്ന സ്റ്റേറ്റില് ആഗ്രയിൽ യമുനാ നദിയുടെ വലത് കരയിലുള്ള ഒരു വെളുത്ത മാർബിൾ ശവകുടീരമാണ് താജ്മഹൽ. 1631 5ാമത്തെ മുഗൾ ചക്രവർത്തിയായ നമ്മുടെ ഷാജഹാൻ തൻ്റെ പ്രിയ പത്നി മുംതാസ് മഹലിന് വേണ്ടിയാണ് ഈ ശവകുടീരം പണിതത്. 17 ഹെക്ടർ സ്ഥലത്ത്, അതായത് ഏതാണ്ട് 42 ഏക്കറാണ് ഈ ലോക പ്രശസ്ത ശവകുടീരം പണിതിരിക്കുന്നത്. പിന്നോ ചുറ്റും അതിസുന്ദരമായ പൂന്തോട്ടമാണ്. 1648 താജ്മഹലിന്റെ പണി പൂർത്തിയായി. പിന്നീട് 5 വർഷങ്ങൾ ചിത്രപ്പണികൾക്കായിട്ട് എടുത്തു. താജ്മഹൽ എന്ന വാക്ക് ഉറുദുവിൽ നിന്നും വന്നതാണ്. താജ് എന്നാൽ കിരീടം, മഹൽ എന്നാൽ കൊട്ടാരം. കൊട്ടാരത്തിന്റെ കിരീടം എന്ന് നമുക്ക് മലയാളത്തിൽ അതിനെ പറയാം. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന അത്ഭുത കൊട്ടാരമാണ് നമ്മുടെ താജ്മഹൽ. ഷാജഹാന്റെ ശവകുടീരവും ഇത് തന്നെയാണ്. അപ്പം നിങ്ങൾ ഇത് വായിച്ചിട്ട് 2-3 വട്ടം വായിച്ചിട്ട് അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 5-6 പോയിന്റ് നമ്മുടെ താജ്മഹലിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ ഓക്കെയാണോ നിങ്ങളെ? രണ്ടാമത്തെ ഇടുക്കിയുടെ താജ്മഹൽ, നമ്മുടെ സുസ്മേഷ് ചന്ദ്രോത്ത് ആളുടെ പേര് എഴുതണേ. അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു നോക്കിക്കേ. ഉറക്ക വായിക്കാം. ഓരോരുത്തരും ഇഷ്ടപ്പെട്ട ഭാഗം ഉറക്ക വായിക്കൂ. ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തൊക്കെയാണ് ആദ്യമേ നോക്കിക്കേ. ഈ പാഠം കേവലമായ ഒരു യാത്രാ വിവരണമല്ല, എന്നാൽ ഇടുക്കി ഡാമിലേക്കുള്ള ഒരു യാത്രയുടെ വിവരണവുമാണ്. വെള്ളത്തൂവൽ ഗ്രാമത്തിൽ താമസിക്കുന്ന കൂലി വേലക്കാരനായ രാജന്റെയും ഭാര്യയുടെയും 7ലും 5ലും പഠിക്കുന്ന മക്കളുടെയും കഥയും അവർ താജ്മഹൽ കാണാൻ മോഹിച്ച് അവസാനം ഇടുക്കിയിലെ പ്രശസ്തമായ അണക്കെട്ട് കാണാൻ പോകുന്നതിൻ്റെയും വിവരമാണ് ഈ പാഠം. ഒരു ചെറുകഥ പോലെ വായിച്ചു തുടങ്ങാവുന്നതും പിന്നെ ഒരു യാത്രാ വിവരണം പോലെ എത്തിച്ചേർന്ന സ്ഥലത്തെക്കുറിച്ചും ഡാമിനെക്കുറിച്ചുമുള്ള വിവരണമാണ് ഈ പാഠഭാഗം. അവർ ഡാമിനെ ഒരു പേര് നൽകി, ഏതാ? അണക്കെട്ടമ്മ. ആർച്ച് ഡാമിൻ്റെ രൂപം, നിർമ്മാണം, അത് കാണുമ്പോഴുള്ള കുട്ടികളുടെ വൈകാരികത, ഇങ്ങനെ ഒരു യാത്രാ വിവരണത്തിൻ്റെ എല്ലാ സ്വഭാവവും പാഠത്തിനുണ്ട്. അതുപോലെ രാജൻ്റെയും മക്കളുടെയും കഥയുമാണ് ഈ പറയുന്നത്. അപ്പം നിങ്ങൾ ഇത് അതിൻ്റെ ഒരു ചുരുക്കം ഇൻട്രൊഡക്ഷൻ കൊടുക്കുമല്ലോ നമ്മൾ, അതാണ് കേട്ടോ. നിങ്ങൾ ഇതൊന്ന് വായിച്ച്, കാരണം ഇതുവരെ നമ്മൾ ആ പഠിച്ചതിൻ്റെ ഒരു ചുരുക്കി ഒരു എഴുത്താണ്. അപ്പോൾ കഥ അറിയാവുന്നവർക്ക് ഇതറിയായിരിക്കും. ഇതിൻ്റെ നിങ്ങൾ നമ്മളോട് ചോദിച്ചാൽ എന്താ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും, നിങ്ങൾ ഈ കഥയിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ എഴുതാനാണ്. അതിനകത്തിൽ ഒരു ഭാഗം നോക്കി. ഇടുക്കി ജില്ലയിലെ മനോഹരമായ ഒരു ഗ്രാമമാണ് വെള്ളത്തൂവൽ. അതൊക്കെ നല്ലപോലെ അറിയണേ നിങ്ങൾ, ഏത് സ്ഥലമാണ്, ഇതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് നോക്കിയേ. ചുറ്റും ധാരാളം പച്ച മലകൾ തലപൊക്കിയ മനോഹരമായ ഒരു താഴ്വരയാണ് ഇവർ ഈ താമസിക്കുന്ന പ്രദേശം. റബ്ബറും തെങ്ങും കമുകും നെല്ലുമായിരുന്നു മിക്കവരുടെയും കൃഷി കേട്ടോ. പിന്നോ
ചിലരൊക്കെ ഏലവും കുരുമുളകും ഗ്രാമ്പുവും ഒക്കെ നട്ടുണ്ടാക്കി. അങ്ങനെ കൃഷി ചെയ്യുന്നവരുടെ സ്ഥലങ്ങളിൽ ജോലിയെടുക്കാനും ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. അത്തരത്തിൽ കൂലിപ്പണി ചെയ്ത് കുടുംബം പുലർത്തിയിരുന്ന സാധാരണക്കാരായിരുന്നു നമ്മുടെ രാജനും. വായിക്കാൻ രസം ജനിപ്പിക്കുന്ന ഭാഗമാണിത്. ഒരു ദൃശ്യചിത്രം ഈ ഭാഗത്തുണ്ട്, അതുകൊണ്ടാണ് വായിക്കാൻ താല്പര്യം ജനിക്കുന്നത്. ഇനി നോക്കിക്കേ, ഏതെങ്കിലും ഇഷ്ടമുള്ള എഴുതാനാണ് പറഞ്ഞത് കേട്ടോ. യാത്രാ അനുഭവം എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? മുമ്പ് ഞാൻ ചോദിച്ചല്ലോ, ഫസ്റ്റിൽ ചോദിച്ചത് അതുകൊണ്ടാണ്. നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച്, അതിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചും ഒക്കെ ഒന്ന് എഴുതാൻ. അപ്പം ഞാനത് എഴുതിയില്ല, കാരണം നിങ്ങൾ എവിടെയൊക്കെയാണ് പോയെന്ന് അറിയില്ലല്ലോ കേട്ടോ. അത് ഒന്ന് ചുരുക്കി എന്തൊക്കെയാണെന്ന് ഒരു പേജിലൊന്ന് എഴുതണേ. നോക്കിയേ, വാക്കുകളുടെ ലോകം. പ്രകൃതി സൗന്ദര്യം, പ്രകൃതിയുടെ സൗന്ദര്യം. കച്ചവടക്കാരുടെ സംഘം, കച്ചവട സംഘം. പദങ്ങൾ പിരിയുമ്പോഴും കൂട്ടിച്ചേരുമ്പോഴുമുള്ള മാറ്റങ്ങൾ എന്തെല്ലാമാണ് അല്ലേ. ഈ പാഠത്തിൽ ഇങ്ങനെയുള്ള ധാരാളം വാക്കുകൾ അവ കണ്ടെത്തി മുകളിൽ കൊടുത്തിരിക്കുന്നത് പോലെ പിരിച്ചും ചേർത്തും ഒക്കെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞല്ലേ, വാക്കുകളുടെ ലോകം അല്ലേ. പ്രകൃതി സൗന്ദര്യം എന്ന് വെച്ചാൽ പ്രകൃതിയുടെ സൗന്ദര്യമാണ്. കച്ചവടക്കാരുടെ സംഘം, കച്ചവട സംഘം. ഈ രണ്ട് വാക്കുകളും പിരിച്ചെഴുതുമ്പോൾ പ്രകൃതി സൗന്ദര്യം എന്ന് വെച്ചാൽ പ്രകൃതിയുടെ ഉടെ എന്ന പ്രത്യയം ചേർന്ന് വന്നു. വാക്യത്തിലെ മറ്റു പദങ്ങളുമായിട്ട് ബന്ധത്തെ കുറിക്കാൻ നാമശബ്ദത്തിൽ വരുത്തുന്ന രൂപഭേദത്തെയാണ് നമ്മൾ വിഭക്തി എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, പ്രകൃതി സൗന്ദര്യം എന്ന് വെച്ചാൽ പ്രകൃതിയുടെ. കച്ചവടക്കാരുടെ കച്ചവട സംഘത്തിനെ നമ്മൾ കച്ചവടക്കാരുടെ എല്ലാം ഉടെ എന്ന് പറയുന്നില്ലേ. അപ്പോൾ അതൊരു പ്രത്യയമാണ് കേട്ടോ. ഇത് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഭക്തികൾ നമുക്കുണ്ട്. എന്താണ് വിഭക്തി എന്ന് ചോദിച്ചാൽ എഴുതാമല്ലോ. നോക്കിക്കേ, വിഭക്തി 7 വിധമുണ്ട്. ഒന്ന്, പ്രതിഗ്രാഹിക, അതായത് നാമത്തിൻ്റെ കൂടെ എ എന്ന പ്രത്യയം ചേരുന്നു. ഇതൊക്കെ ഗ്രാമർ കേട്ടോ. പ്രതിഗ്രാഹിക ഏതൊക്കെയാണ്? വിഭക്തികൾ 7 ഉണ്ട്. ഒന്ന്, പ്രതിഗ്രാഹിക, നാമത്തിൻ്റെ കൂടെ എ എന്ന്, അതായത് രാമനെ, പിന്നെന്താ സീതയെ, എല്ലാം പറയുമ്പോൾ അവസാനം എന്ന് പറയില്ലേ, അത് പ്രതിഗ്രാഹിക. അടുത്ത സംയോജിക, ഓട് എന്ന് പറയും. രാമനോട്, ലക്ഷ്മണനോട്, സീതയോട് എന്ന് യോട് എന്ന് വരുന്നത് സംയോജിക. ഉദ്ദേശിക എന്ന് വെച്ചാൽ ഇക്ക് ഇന്ന് ലാസ്റ്റ് വരുന്നത്. രാമന്, രാധയ്ക്ക്, സീതയ്ക്ക്, ലക്ഷ്മണന് എന്ന് പറയത്തില്ല. ഇന്ന് ലാസ്റ്റ് വരുന്നത്. എല്ലാത്തിൻ്റെയും നമ്മൾ ഓർത്തോണ്ടോ നിങ്ങൾ. അതായത് ലാസ്റ്റ് വരുന്നത് രാമനെ, ലക്ഷ്മണനെ, സീതയെ എന്ന് വരുവാണെങ്കിൽ അത് പ്രതിഗ്രാഹികയാണ്. സംയോജിക ഇതെല്ലാം വിഭക്തിയാണ്. സംയോജികയാണെങ്കിൽ രാമനോട്, ലക്ഷ്മണനോട് എന്ന് പറയുന്നത്. ഉദ്ദേശിക രാമന്, രാധയ്ക്ക്. പ്രയോജിക എന്ന് പറയുന്നുണ്ട്. അതിൽ ആൽ, രാമനാൽ, സീതയാൽ, ലക്ഷ്മണനാൽ, ആല് ലാസ്റ്റിൽ വന്നാൽ അല്ലേ. സംബന്ധിക എന്ന് വെച്ചാൽ ഇന്ത്യയുടെ, രാമൻ്റെ, ലക്ഷ്മണനുടെ, ഉടയോ ഇന്ത്യയോ വരുന്നത് സംബന്ധിക. ആധാരിക എന്ന് വെച്ചാൽ ഇൽ, കൽ, രാമനിൽ, ലക്ഷ്മണനിൽ. സംബോധിക എന്നാൽ അതിന് പ്രത്യേകമായിട്ടൊരു പ്രത്യയമില്ല എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ അമ്മ എന്ന് പറയുമ്പോൾ അമ്മേ അല്ലേ, അമ്മയെന്ന് വിളിക്കും. കുമാരി എന്ന് വെച്ചാൽ അതിനെ ഒരു ഇച്ചിരി കൂടെ ഒന്ന് ഭാവം മാറ്റുന്നതേ ഉള്ളൂ. അതിനെയാണ് സംബോധിക എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ്. ഇനി 2-3 കൂടെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ അല്ലാതെ തരാം. നിങ്ങളിപ്പം ഇത് ഇത്രയും വൃത്തിയായിട്ട് എഴുതിയെടുക്കേ.